സംസ്ഥാന ഭാരവാഹികളായിട്ട് ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളായിട്ട് അനിൽ ആന്റണിയും ഷോൺ ജോർജും വന്നിട്ടുണ്ട്. ഈ പുതിയ പട്ടിക കൊണ്ട് ബി.ജെ.പി കേരളത്തിൽ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? അതായത് ഈ പറയുന്ന പുതിയ പട്ടികയെക്കുറിച്ച് പറഞ്ഞ രണ്ട് പേരുകാരെ കുറിച്ചാണ് ഇപ്പോൾ വിജയ് ചോദിച്ചത്. അപ്പോൾ അത് നമ്മൾ എടുത്തു പറയുക തന്നെ വേണം. അതായത് നമുക്കൊരല്പം പിന്നിലേക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം. അതായത് മൂന്നാമത് ബി.ജെ.പി സർക്കാർ, അത് NDA സർക്കാർ വരുമ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട് ബി.ജെ.പിക്കാരുടെ മാത്രം MP-മാർ കൊണ്ടുവന്നതല്ല. ബീഹാറിൽ നിന്നുണ്ട്, ആന്ധ്രാപ്രദേശിൽ നിന്നുണ്ട്, മറ്റ് ഘടകകക്ഷികളൊക്കെ ഉണ്ട്. അതായത് ഒരു വേള ഈ പറയുന്ന പോലെ ഈ മൂന്നാമത് സർക്കാർ വരുന്നതിന് മുമ്പ് ഡൽഹിയിൽ പ്രമുഖ ചാനലുകളുടെ പല റിപ്പോർട്ടർമാരും, പ്രത്യേകിച്ച് പ്രശാന്ത് രഘുവംശത്തിനെ പോലെയുള്ള പഴയ SFI-കാരൊക്കെ, യൂണിവേഴ്സിറ്റി കോളേജിൽ പഴയ SFI-കാരനാണ് പ്രശാന്ത് രഘുവംശം. അപ്പോൾ പ്രശാന്ത് രഘുവംശമൊക്കെ ഒരു വേള ഇങ്ങനെ പറഞ്ഞു നടന്നു, NDA ഇത്തവണ വരാൻ സാധ്യത കുറവാണ്, INDA മുന്നണിക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിലൊരു പോയിന്റ് ഉണ്ടായിരുന്നു, വളരെ തുച്ഛം സീറ്റുകൾക്കാണ് പോയത്. അന്ന് വരെ ഉണ്ടായിരുന്ന കോൺഗ്രസിനേക്കാളും കുറച്ചുകൂടെ കോൺഗ്രസിന് അംഗങ്ങളെ കിട്ടി, കേരളത്തിൽ തന്നെ കുറേ അധികം പേര് ജയിച്ചു. അപ്പോൾ പ്രശാന്ത് രഘുവംശത്തിനെ പോലുള്ള റിപ്പോർട്ടൊന്നും മോശമായില്ല. മനോജ് മേനോൻ, ഡൽഹിയിലെ മാതൃഭൂമി റിപ്പോർട്ടർ തുടങ്ങിയവരൊക്കെ തന്നെ ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് വായിച്ചെടുക്കാനുള്ളത്, സീറ്റ് മൂന്നാമതൊരു തവണ കൂടെ ഇവർക്ക് മറ്റുള്ളവരിൽ നിന്നൂടെ കിട്ടിയ ഒരു ഭരണത്തിൽ വരുമ്പോൾ പഴയ BJP അല്ല. BJP പൊതുവെ BJP-ക്കാരെ കുറിച്ച് പറയുന്നത് ഒരു RSS പിന്തുണയുള്ള ഒരു പാർട്ടി, ഹിന്ദുക്കളെ മാത്രമേ വേണ്ടുള്ളൂ, ബാക്കിയുള്ളവരെ ആരെയും വേണ്ട എന്നുള്ള ഒരു തീരുമാനമുള്ളൊരു പാർട്ടി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷെ അങ്ങനെ അല്ല ഇതിനകത്തുള്ളത്. ഇപ്പോൾ അവരുടെ രീതിയൊക്കെ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, ഭൂരിപക്ഷ സമൂഹത്തെ പോലെ തന്നെ നിങ്ങളെ ഞങ്ങളും കാണും എന്നാണ് ഇതിലൂടെ അവർ വ്യക്തമാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വിജയ് ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ വരാം. അതായത് ഈ പറയുന്ന ഷോൺ ജോർജിനെയും അനൂപിനെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെ. അവിടെ നമ്മൾ എസ്പെഷ്യലി ഷോൺ ജോർജിനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ കേട്ടിട്ടുള്ളത്, VS അച്യുതാനന്ദനെ പോലെ തന്നെ നിരവധി രേഖകൾ സർക്കാർ അല്ലെങ്കിൽ സർക്കാരിനെതിരെ കളിച്ചിട്ടുള്ളവരുടെയൊക്കെ രേഖകൾ സെക്രട്ടേറിയറ്റിൽ നിന്നും പല ഉദ്യോഗസ്ഥരിൽ നിന്നും പൊക്കിയിട്ടുള്ള, ആക്ച്വലി അദ്ദേഹത്തിന് ഒരുപാട് സോഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ ഈ ചുരുങ്ങിയ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ കണ്ടിട്ടുള്ളത്, ഇന്ത്യ വിഷനിലേക്ക് പ്രഗത്ഭരായ പല റിപ്പോർട്ടർമാരും ഇദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചിട്ട് എന്തൊക്കെയുണ്ട് പുതിയ വിവരങ്ങൾ, എന്തൊക്കെയാണ് വാർത്തകൾ എന്ന് ചോദിച്ചിട്ട് VS-നെ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ ഡേറ്റാസ് അദ്ദേഹത്തിന് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടർമാരും കൈമാറിയിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥരും കൈമാറിയിരുന്നു. PC ജോർജ് ചില്ലറക്കാരനല്ല. ആ PC ജോർജിനെ ഒരു വെറും കറിവേപ്പില പോലെയാണ് ഈ സർക്കാർ കണ്ടിട്ടുള്ളത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് 2 തവണ ജയിച്ച PC ജോർജിനെ ഇവർ എന്താ ചെയ്തത്? ഇവർ വെറും കറിവേപ്പിലല്ലേ ആക്കിയത്. അപ്പോൾ അതൊരു മകനെ നോക്കിയിരിക്കാൻ കഴിയും. ഇപ്പോൾ എൻ്റെ അച്ഛനെയാണ് ഇത്തരത്തിൽ ദ്രോഹിക്കുകയാണെങ്കിൽ ഒരു മകൻ എന്ന രീതിയിൽ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും. അങ്ങനെയാണ് ഷോൺ ജോർജ് ഈ കണ്ട SFI അന്വേഷണത്തിന് അതായത് മുറിവേറ്റ സിംഹം അല്ലെങ്കിൽ മുറിവേറ്റ പാമ്പ് തിരിച്ച് കൊത്തിയിരിക്കും. നമ്മൾ ഈ പറയുന്ന പോലെ ചില മൂർഖം പാമ്പിനെ കുറിച്ച് കേട്ടില്ലേ, മൂർഖം പാമ്പൊക്കെ നോവിച്ച് വിട്ടാൽ അത് വളഞ്ഞിട്ട് കൊത്തും. അതുപോലെയാണ് ഈ പറയുന്ന പോലെ ഷോൺ ജോർജ് അദ്ദേഹത്തിൻ്റെ അച്ഛനെതിരെ നീങ്ങിയ ഇടതുപക്ഷ സർക്കാരിനെതിരെ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ PC ജോർജിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ വിവാഹം കഴിച്ചിരിക്കുന്ന ഈ ഷോൺ ജോർജ് വിവാഹം കഴിച്ചിരിക്കുന്ന ജഗതിയുടെ മോളെയാണ്, ജഗതി ശ്രീകുമാറിൻ്റെ മോളെയാണ്. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോഴല്ലോ അദ്ദേഹം ഒരു ആ നാട്ടിലെ ഒരു രാജാവ് തന്നെയാണ്. നമ്മൾ ചില ആൾക്കാരുടെ രൂപവും ചില ആൾക്കാരെ കണ്ട അവൻ കുടുംബത്തിൽ പറഞ്ഞാണെന്ന് തന്നെ പറയും. ഒരാളെ കണ്ട നമുക്ക് ആ രൂപത്തിൽ, അദ്ദേഹം അങ്ങനെ ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരു നല്ല ക്രിസ്ത്യൻ കുടുംബത്തിലെ ആളാണ്. ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. എന്ത് നല്ല ബിഹേവിങ് എന്നറിയോ, അദ്ദേഹമൊക്കെ സംസാരിച്ചിട്ട് നമ്മളങ്ങ് ഇരുന്ന് പോകും. വിജയ് അത്രയ്ക്ക് നല്ല സംസാരമാണ്. അപ്പോൾ ആ മനുഷ്യനെയൊക്കെ ആ കൊട്ടാര സദസ്യമായ വീടിനകത്ത് വരുന്ന വഴിയിൽ പോലീസിൽ നിന്ന് ഒരു കാട്ടുകള്ളനെ പിടിക്കണ പോലെയൊക്കെയുള്ള സീൻ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മറക്കാൻ പറ്റൂ? നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഒന്നിലും പെടാത്ത ഒരാളെ അല്ലെങ്കിൽ പോട്ടൊരു കേസിൽ പെട്ടാണെങ്കിൽ നമ്മൾ നീ ഒന്ന് വാടേ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നമ്മളങ്ങ് ചെല്ലൂലേ? അല്ലാതെ ഈ വളഞ്ഞിട്ട് പിടിക്കുന്നതിലൊക്കെയാണ് കാര്യം. അങ്ങനെ ഒരു പട്ടി ഷോ ഇവിടെ പലതവണ നടത്തിയിട്ടുണ്ട്. പട്ടി ഷോ എന്ന് തന്നെ പറയാൻ പറ്റും. അതൊക്കെ ഒരു മകന് സഹിക്കാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ BJP സർക്കാർ CPM-ന് ഇവിടുത്തെ സർക്കാരിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ബഹുമാനപ്പെട്ട ഈ രാജ്യം ഭരിക്കുന്നവരെ അല്ലെങ്കിൽ ആരൊക്കെയാണ് അദ്ദേഹത്തിന് കൊളുത്താൻ താല്പര്യമെടുത്തവരെ നിങ്ങൾ നോക്കിയിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ BJP-യുടെ വൈസ് പ്രസിഡന്റാണ്. വിജയ് നോക്കിക്കോ, 10 കൊല്ലം 15 കൊല്ലത്തിനകത്ത് ചിലപ്പം ഈ പറയുന്ന രീതിയിൽ കേരളത്തിൽ ഒരു 50 സീറ്റെങ്കിലും BJP കൊണ്ടുവരും. കാര്യം അങ്ങനത്തെ സ്ട്രാറ്റജിയാണ് അവരുടെ. ഞാൻ BJP-കാരനൊന്നുമല്ല, ഞാനൊരു BJP ഭക്തനുമല്ല, RSS ഭക്തനുമല്ല. എൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം.
പക്ഷേ എനിക്ക് തോന്നുന്നത് 2026 കഴിഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിൽ ഒരു 40 സീറ്റിനടുത്തുള്ള കാര്യം അവരുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോഴല്ലോ 11 ജില്ലകളിൽ നിയമസഭ സീറ്റുകളിൽ അവർക്ക് 1ാം സ്ഥാനം ഉണ്ടായിരുന്നു BJPക്ക്. അറിയാമോ? 11. അതായത് വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട, ആറ്റിങ്ങൽ, പുതുക്കാട്, ഇരിങ്ങാലക്കുട, നാട്ടിക, തൃശ്ശൂർ, മണലൂർ, ഉല്ലൂർ ഇത്രയും സ്ഥലങ്ങളിൽ അവർ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ 1ാം സ്ഥാനത്തുണ്ടായിരുന്നു. അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു, ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ. പിന്നെ നമുക്ക് നോക്കാം 2ാം സ്ഥാനമുള്ളത് തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിങ്കര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ്. ഇങ്ങനെ 2ാം സ്ഥാനവും 1ാം സ്ഥാനവും ഉണ്ട്. ഇവിടുത്തെ ചിലപ്പോൾ CPM-ന്റെ ഒരു സ്ട്രാറ്റജി ചിലപ്പോൾ ഇവരെ പോലെയൊക്കെ ആയിരിക്കും. പക്ഷെ അവരെക്കാളും നല്ല വിളഞ്ഞ ബുദ്ധിയുള്ളവരാണ് അമിത്ഷാ അടങ്ങിയാൽ. ഇപ്പൊ അമിത്ഷാ ഇന്ന് വന്നിരിക്കുന്നില്ലേ, വ്യക്തമായ ഈ RSS എന്ന് പറഞ്ഞാൽ എന്തെന്നാ വിചാരിക്കുക? RSS എന്ന് പറഞ്ഞാൽ അവർ വ്യക്തമായ പ്ലാനോടെയാണ്. ഇന്ന് ബംഗാളിൽ ഒരു ബൂത്തിലിരിക്കാൻ ഇവിടുത്തെ CPM-മാരെ കൊണ്ട് കഴിയും. ഒരു ബൂത്തിൽ ഏച്ച് പോടാന്ന് പറഞ്ഞ് ചെപ്പക്കുറ്റിക്ക് അടി കൊടുക്കും. ആര് കൊടുക്കും? ഒന്നി തൃണമൂൽ കൊടുക്കും, അല്ലെങ്കിൽ BJP കൊടുക്കും. ഒരു ബൂത്ത് ഏജന്റിന് ഇരിക്കാൻ പറ്റില്ല. എത്ര കൊല്ലം ഭരിച്ച ഒരു സംസ്ഥാനം അതുപോലെ ഇവിടെ ആവും. നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം കൂടെ, ഇവിടുത്തെ മറ്റേ മീശയിൽ മണി കെട്ടിയ മാധ്യമങ്ങളുണ്ടല്ലോ, ഈ 3ാമത് സർക്കാർ വന്നപ്പോൾ ജോർജ് കുര്യൻ മന്ത്രിയായി. ആരെങ്കിലും എഴുതിയോ ജോർജ് കുര്യൻ എന്നൊരു മലയാളി മന്ത്രിയാകുമെന്ന്? ഈ മീശയിൽ മണി കെട്ടിയവരല്ലേ അവരൊക്കെ? എഴുതിയോ? ഇല്ലല്ലോ, ഒരു മനുഷ്യർ എഴുതിയില്ലല്ലോ. അതാണ് BJP, അതാണ് BJP അല്ലെങ്കിൽ RSS. ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ? പറ, തെറ്റോ ശരിയോ? ജോർജ് കുര്യൻ ആവുമെന്ന് ആരെങ്കിലും കരുതിയോ? പറ വിജയ്, പറ. ഇല്ല, അതാണ് BJP. ഞാനും വിജയും അല്ലെങ്കിൽ ഈ നോക്കുന്നവരാരും വിചാരിക്കുന്നതല്ല BJPയുടെ തന്ത്രങ്ങളെന്ന് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പ്രസിഡന്റ് ആവുമെന്ന് ഞാൻ കരുതിയില്ല, എനിക്കൊരിക്കലും അറിയില്ല. കാരണം അദ്ദേഹത്തിന് വിളിച്ചിരുന്നു, നമ്മൾ വെറുതെ വാർത്തയൊക്കെ അടിച്ചു. രാജീവ് ചന്ദ്രശേഖർ ആ ഏക്കും ചോദ്യചിഹ്നം. അല്ല, ആവുമെന്ന് ആരും അടിച്ചില്ലല്ലോ, അല്ലേ? അപ്പൊ ഇപ്പൊ ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവന്നു. എന്തിന് കൃഷ്ണകുമാറിനെ പാലക്കാട് മറ്റേ തമാശ രൂപേണ പറയും, പാൽ ബൂത്ത് സൊസൈറ്റി മുതൽ MP സ്ഥാനം വരെ മത്സരിക്കാൻ പാലക്കാട് ഒരേ ഒരു കൃഷ്ണകുമാറേ ഉള്ളൂ, C കൃഷ്ണകുമാർ. ആ കൃഷ്ണകുമാറിനെ ഇപ്പൊ വൈസ് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാം? സുരേന്ദ്രപക്ഷക്കാരനാണ്. ചുമ്മയൊന്നുമല്ല, ഫണ്ടൊക്കെ പിരിക്കാൻ വേണ്ടിയാ. ചാക്കരാധാകൃഷ്ണന്റെ ഒക്കെ അടുത്ത സുഹൃത്താ. മനസ്സിലായോ? അങ്ങനെയുള്ള ബുദ്ധിയാണ്. നമ്മൾ ഇവിടുത്തെ ബുദ്ധിയല്ല. ഇവർ പറയും അരിയാഹാരം കഴിക്കുന്നവർക്ക് ബുദ്ധി കൂടുതലാണ്. ഇവിടെ മോദി എത്ര തവണ വന്നിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി? ഈ കൊച്ചിയിൽ ഞാൻ ഇവിടെ അന്നും ജോലി ചെയ്യുന്നുണ്ട്. 3 തവണ എങ്ങുണ്ടോ. ഈ സുരേഷ് ഗോപി ജയിച്ചത് അവിടുത്തെ ഈ പറയുന്ന പോലെ തൃശ്ശൂരുള്ള ഹിന്ദു വോട്ട് മാത്രമാണ്. CPM വോട്ടുണ്ട്, ക്രിസ്ത്യൻ വോട്ടുണ്ട്. ആ തന്ത്രത്തിൽ വിജയിച്ചോ? അതാണ് BJP. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഈ പറയുന്ന രീതിയിൽ ഷോൺ ജോർജിനെ വൈസ് പ്രസിഡന്റ് ആക്കുന്നതിലൂടെ BJP നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അങ്ങനെ കയറി ഒരുപാടൊന്നും ആരെയും അധികാരം വെച്ചുകൊണ്ട് ചൊറിയണ്ട ഇടതുപക്ഷ സർക്കാരേ എന്നുള്ളതാണ് ഇതിലൂടെ നൽകുന്ന സന്ദേശം. പിന്നെ 2 ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഞാൻ എഴുതി തരാം വിജയ്. ഈ പറയുന്ന പോലെ പ്രാക്ടിക്കലായിട്ട് നോക്കുന്ന ആൾക്കാരാണ് അവർ, ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അവർക്ക് കാര്യങ്ങളൊക്കെ നടക്കണം. ഈ പറയുന്ന ഇസമൊന്നും വയറ്റി പോകത്തില്ല. കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ അവർ ഈ കേരള കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് എത്രയെങ്കിലും വോട്ട് BJPക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്നത് ഇവിടെ ആരും അറിയാതിരിക്കുന്ന ഈ ഒരു മാധ്യമ ലോകത്തെ, നമ്മൾ ആദ്യം പ്രശാന്ത് രഘുവംശത്തിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ മറ്റു മാധ്യമപ്രവർത്തകരുടെ കാര്യം പറഞ്ഞു. അവർ പറഞ്ഞ ഒരു നിരീക്ഷണത്തിൽ ഏതാണ്ട് എത്തി. അവർ ഡൽഹിയിൽ ജോലി ചെയ്യുന്നവരാ. ശരിയാവട്ടെ, ഈ ഡൽഹിയിൽ ജോലി ചെയ്യുന്നവർ പോലും അറിഞ്ഞില്ലല്ലോ ജോർജ് കുര്യൻ പോലും അറിഞ്ഞില്ലല്ലോ. ജോർജ് കുര്യനെ വിളിക്കുക, സത്യപ്രതിജ്ഞയുടെ തലേ ദിവസം ഒന്ന് ഒരുങ്ങിക്കോണേ, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുക, ഒന്ന് നാളെ ഉള്ളതിൽ ഏറ്റവും നല്ലൊരു ഷർട്ടൊക്കെ എടുത്തിട്ട് ഒന്ന് ഒരുങ്ങി വരണം. അങ്ങനെ നല്ല ഷർട്ടൊക്കെ ഉണ്ടാവും, നല്ലൊരു ഷർട്ടൊക്കെ ഇട്ട് ഒന്ന് നല്ല മോടിയായിട്ട് ഒന്ന് വരണേ, അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ സത്യപ്രതിജ്ഞ സ്ഥലത്ത് ഡൽഹിയിൽ അവിടെ നമ്മളൊന്ന് വന്നേക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും അദ്ദേഹം തന്നെ അറിയുന്നത്. അതാണ് BJP, അതാണ് RSSന്റെ സ്വയം സേവക സംഘത്തിന്റെ പിന്നിൽ നിന്നുള്ള സപ്പോർട്ടാണ് BJPക്കുള്ളത്. ഇവരെല്ലാം സ്വയം സേവകരാണ്. അപ്പോൾ നമുക്കിതിൽ ഇത്രേ പറയാനുള്ളൂ. ഈ പറയുന്ന ഷോൺ ജോർജിലൂടെ BJPക്ക് CPM നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അതായത് VS-നൊപ്പം നിരവധി മൂന്നാർ പോലുള്ള ഓപ്പറേഷനുകൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന PC ജോർജിനെ പിന്തുടർന്ന് ആക്രമിച്ചതിന്റെ ഫലമാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ നേരെയുള്ള SFIO അന്വേഷണം. ആരുടെ? ഈ പറയുന്ന ഷോൺ ജോർജ് കൊളുത്തിയിട്ടതാണ് SFIO അന്വേഷണം. ഒരുപാട് ചൊറിയുമ്പോൾ എത്ര പൊട്ടനാണെങ്കിലും തിരിച്ചൊന്ന് ചൊറിയും. ആ ചൊറിയാണ് ഇവിടെ വന്നേക്കുന്നത്. അച്ഛനെ അതായത് സ്വന്തം പിതാവിനെ CPM വല്ലാതെ വേട്ടയാടുന്നതിന് ഒരു പരിധി വരെ അദ്ദേഹത്തിനെ, അതായത് ഷോൺ ജോർജ് വഴി
ഉത്തരം കണ്ടെത്തുകയാണ് അദ്ദേഹത്തിനെ രക്ഷിക്കാനായി. PC ജോർജ് അത്ര മോശക്കാരനൊന്നുമില്ല. ഈരാറ്റുപേട്ടയിൽ അദ്ദേഹം ജയിച്ചുകൊണ്ടിരുന്നത് മുസ്ലിം വോട്ടിലാണ് എന്നുള്ളതൊക്കെ ശരിയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ജമാഅത്തിന്റെ വോട്ടിനെയൊക്കെ ഭയങ്കരമായി സ്നേഹിക്കുന്നു, ജമാഅത്തിന്റെ വോട്ടൊക്കെ അവർക്ക് ഇപ്പോൾ വേണമെന്നൊക്കെ അദ്ദേഹം പ്രസംഗിച്ച് ഞാൻ അല്പം കേട്ടായിരുന്നു, വാർത്തയിൽ കൂടെ കേട്ടതാ. അപ്പൊ ഏതായാലും അദ്ദേഹം ഇപ്പൊ മതവിദ്വേഷ സംസാരം നടത്തുകയാണ്, അദ്ദേഹത്തിനെ പൊക്കി അകത്തിടാൻ പോവുകയാണെന്നൊക്കെ വാർത്തയുണ്ട്. തിരഞ്ഞെടുപ്പ് വരെ ഇവർക്ക് തലവേദനയാണ് CPM സർക്കാർ. ഈ PC ജോർജിന് തലവേദനയാണ്, PC ജോർജ് സർക്കാരിന് തലവേദനയാണ്, മതവിദ്വേഷ പ്രസംഗം നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ അദ്ദേഹം സംസാരിച്ച് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ട് എന്താ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ലേ? കരുതൽ തടങ്കൽ അങ്ങനെ ചെയ്യാൻ പോണെന്നാ പറയുന്നത്. എന്തായാലും അച്ഛൻ്റെ അടുത്ത് മകൻ പറഞ്ഞാൽ ഒരു പരിധി വരെ അച്ഛൻ വാ അടക്കിയല്ലോ, അദ്ദേഹത്തിന് അവരുടെ തിരുത്താൻ പറ്റുമല്ലോ. എന്തായാലും മോനെ വൈസ് പ്രസിഡന്റ് ആക്കിയില്ലേ, ആയിക്കോട്ടെ. അദ്ദേഹത്തിന് അതിൽ തന്നെ അദ്ദേഹം വഴി, അതായത് ഷോൺ ജോർജിനെ ആക്കുന്നതിലൂടെ CPM-ന് BJP കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു മറുപടിയുണ്ട്. ചുമ്മാ കയറി ചൊറിയാൻ വരരുത്, ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട്. ആ അച്ഛന് ഒരു മകനുണ്ട്, ആ മകൻ ഇപ്പോൾ ഈ പാർട്ടിയുടെ ഈ ഇതിലാണ്. വെറുതെ ഒരു അച്ഛന് മകനെന്നല്ല, ക്രിസ്ത്യനോട്ട് കൊണ്ടുപോകാൻ, അതൊരു പോയിന്റ്. 2 ക്രിസ്ത്യനോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയും, ഞങ്ങൾ അത് ചെയ്യും. കോൺഗ്രസ് അല്ലെങ്കിൽ CPM അത് മനസ്സിലാക്കിക്കൊള്ളുക.